വേനൽ അവധിക്ക് ശേഷം വിദ്യാലയമുറ്റങ്ങളിലേക്ക് തിരികെ എത്തിയ കുരുന്നുകളെയും ആദ്യമായി അക്ഷരമുറ്റത്തേക്ക് കാൽവച്ച പുത്തൻ കൂട്ടുകാരെയും വരവേറ്റ് മുണ്ടക്കയം CMS LP സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷമാക്കി മാറ്റി. കളിചിരികളും കൊഞ്ചലുകളുമായി എത്തിയ കുരുന്നുകൾക്ക് അധ്യാപകർ ചേർന്ന് സ്വീകരണം ഒരുക്കിയത്. സീനിയർ അസിസ്റ്റന്റ് മുഹമ്മദ് അനസ് സ്വാഗതമർപ്പിച്ചു. PTA പ്രസിഡന്റ് എബിസൺ കെ ഗോപി അധ്യക്ഷത വഹിച്ചു. സ്കൂളുകൾ വെറും കെട്ടിടങ്ങളല്ല, നാളത്തെ ലോകത്തെ മാറ്റിയെടുക്കേണ്ട പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഇടമാണെന്നും കുട്ടികളുടെ മനസ്സിൽ അറിവിന്റെയും നന്മയുടെയും വെളിച്ചം നിറയ്ക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഓരോ കുട്ടിയും സമൂഹത്തിന് പ്രയോജനമുള്ള ഉത്തമ പൗരന്മാരായി വളരണമെന്നും പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് ലോക്കൽ മാനേജർ റവറൻ ബിനു ഫിലിപ്പ് പറഞ്ഞു. നമ്മൾ മാതാപിതാക്കളായി അധ്യാപകരായിട്ടൊക്കെ പലപ്പോഴും ഒരു മത്സരത്തിനായി കുഞ്ഞുങ്ങളെ ഒരുക്കുവാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. ഒന്നാമതായി വരണം, എന്റെ മക്കൾ ഒന്നാമതാകണം, എന്റെ മകൾ ഒന്നാമതാകണം, എന്റെ മകൻ എല്ലാവരെയും തോൽപ്പിക്കണം. ജീവിതത്തിൽ ഒന്നാമതാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് തെറ്റായ ഒരു കാര്യമല്ല. എന്നാൽ ഒന്നാമതാകുക, എല്ലാത്തിലും 100 ആകുക എന്നതിൽ അപ്പുറമായിട്ട് വിദ്യാഭ്യാസം കൊണ്ട് നാം മനസ്സിലാക്കേണ്ട, നാം ഓർത്തെടുക്കേണ്ട, നാം ഉറപ്പിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ നല്ല മനുഷ്യരാക്കുക എന്നുള്ളതാണ്. കൂടുതൽ സ്നേഹമുള്ള, കൂടുതൽ കരുതലുള്ള, സത്യസന്ധരായ, ദേശത്തിന് പ്രയോജനമുള്ള നല്ല പൗരന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ഉത്തരവാദിത്വം. അവിടെയാണ് മാതാപിതാക്കളും സ്കൂൾ മാനേജ്മെന്റും കുഞ്ഞുങ്ങളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് പ്രവർത്തിക്കുന്നത്. അവരുടെ കുഞ്ഞുങ്ങളുടെ ചെറിയ വീഴ്ചകളെ മായ്ച്ചു കളയുവാനും വീണുപോകുമ്പോൾ കൈകൊടുത്ത് അവരെ ഉയർത്തുവാനും അവരുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ പഠനത്തിന് വേണ്ടതായ സാഹചര്യങ്ങളെ ഒരുക്കുവാനും നന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ അവരെ സഹായിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ള, നന്മയുള്ള, നല്ല മനുഷ്യരായി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ ഈ വിദ്യാലയത്തിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മുൻ പ്രധാന അധ്യാപിക മഞ്ജുഷ തോമസ്, MPTA പ്രസിഡന്റ് നന്ദു റോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുട്ടികളിൽ സാമൂഹ്യ ബോധവൽക്കരണം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ എക്സൽ സോഷ്യൽ അവയർനെസ് മീഡിയയുടെ ജബേസ് രാമചന്ദ്രൻ നയിച്ച ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. വിദ്യാലയത്തിന്റെ പുതിയ പ്രധാന അധ്യാപികയായി ചുമതലയേറ്റ റൂത്ത് ജോർജ് ഐസക്കിന് ചടങ്ങിൽ സ്വീകരണം നൽകുകയും പുതിയ കൂട്ടുകാരെ മധുരം നൽകി വരവേൽക്കുകയും ചെയ്തു. അധ്യാപിക സ്മിത ഫിലിപ്പോസ് കൃതജ്ഞതയും അർപ്പിച്ചു.